ഞാൻ ഒരു കഥ പറയുവാൻ പോവുകയാണ്. എൻ്റെ പേര് മകളാമണിയമ്മ. വയലോപ്പള്ളി ശ്രീധര മേനോൻ എഴുതിയ മാമ്പഴം എന്ന കവിത കഥാരൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. അല്പം പൊടുപ്പും തൊങ്ങലും എല്ലാം വച്ച് ഞാൻ എൻ്റെ തന്നെ ഒരു ഭാഷയിൽ ഞാനിത് നിങ്ങളോട് പറയുകയാണ്. എല്ലാവരും ഇത് കേട്ടിട്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ കാഴ്ച വൈകല്യമുള്ള ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ വായിച്ച് കേട്ട് പഠിച്ചതാണ്. ഇനി ആ കഥ തുടങ്ങാം. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴെ മതൻ നേത്രത്തിൽ മുതിർന്നു ചൊടു കണ്ണീർ. 4 മാസത്തിൻ മുൻപിൽ ഏറെ നാൾ കൊതിച്ചിട്ട ബാലമാഗന്ധം പൂവിൽ തുണികൾ വിരിയവേ അമ്മതൻ മണിക്കുട്ടൻ പുതിരി കത്തിച്ച പോൽ അമ്മലർ ചെണ്ടൊന്നുടി ആഹ്ലാദിച്ചടുത്തെത്തി. ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞപ്പോൾ കുടിച്ചു കളഞ്ഞില്ലേ കുസൃതി കുരുന്നിനി. അമ്മ മാമ്പഴം പെറുക്കുന്നതിന് വേണ്ടി നീ വന്ന് ഇതെല്ലാം പെറുക്കി തിന്നേണ്ടവനാണ്. അതിനു വേണ്ടി ഞാൻ ആശിച്ച് മോഹിച്ച് ഈ മാവ് പൂക്കുന്നത് കാത്തിരുന്നതാണ്. നീ ഈ പൂങ്കുല ഒടിച്ച് കളഞ്ഞില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അമ്മയുടെ മോനെ ശകാരിക്കുകയാണ്. മോനാണെങ്കിലോ പൂത്തിരി കത്തിച്ച ആഹ്ലാദത്തോടു കൂടിയാണ് ഈ പൂ പറിച്ച് കൊണ്ടുവന്നത്. മരതകിങ്ങിണിയായി വന്ന ആ മാമ്പുവാണ് മോൻ പറിച്ചുകൊണ്ട് വന്ന് അമ്മയെ കാണിക്കുന്നത്. ഇതിനു മുമ്പ് എന്ത് പൂക്കൾ പറിച്ച് അമ്മയെ കൊണ്ടുവന്ന് കാണിച്ചാലും അമ്മ വളരെ സന്തോഷത്തോടുകൂടി മോനെ നല്ല പൂവാടാ, എനിക്ക് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു, മാല കോർത്ത് തരാം, അല്ലെങ്കിൽ അമ്മയുടെ മുടിയിൽ വയ്ക്കാം, അല്ലെങ്കിൽ നിനക്ക് അമ്മ കെട്ടി കളിക്കാൻ തരാം, ഇതെല്ലാം പറയുന്ന അമ്മ ഇന്നെന്താണ് കൊച്ചിനോട് ചോദിക്കുകയാണ്. പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ എന്നാണ് കൊച്ചിനോട് ചോദിക്കുന്നത്. ഇത് കേട്ടപ്പോൾ കുട്ടിക്ക് ഒരുപാട് സങ്കടം വന്നു. എന്താണ്, അവൻ അറിഞ്ഞുകൂടാ മാമ്പൂ പറിക്കാൻ പാടില്ലെന്നും അത് പറിച്ചാൽ അമ്മയ്ക്ക് ദേഷ്യം വരുമെന്നും കുട്ടിക്ക് മനസ്സിലായിട്ടില്ല. അവൻ ആദ്യമായിട്ടാണ് ആ മാവ് പൂത്ത് പൂങ്കുല കാണുന്നത്. അവൻ പറിച്ച് വളരെ സന്തോഷത്തോടു കൂടിയാണ് അമ്മയെ കൊണ്ടേ കാണിക്കുന്നത്. അപ്പോഴോ അമ്മ എന്ത് ചെയ്ത്, അമ്മ അവനെ ശകാരിച്ചു. തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ കുസൃതി കുരുന്നേ എന്നാണ് ചോദിക്കുന്നത്. സാധാരണ പൂ പറിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ ഓമനക്കുട്ട അല്ലേ മകനെ നല്ല പൂവാണെന്ന് പറയുന്ന അമ്മ ഇന്ന് തിരിച്ചാണ് ചെയ്യുന്നത്. അവന് സങ്കടം സഹിച്ചില്ല. അവൻ എന്ത് ചെയ്ത്, മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ വീഴും മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ. അവൻ വെറും മണ്ണിലേക്ക് ആ മാങ്കുല ഒറ്റ ഏറ് കൊടുത്ത്, ഇതേ എനിക്ക് വേണ്ട, ഞാൻ വരുന്നില്ല മാങ്ങ പെറുക്കാൻ. ഇതാണ് കൊച്ചു പറയണത്. കേട്ടപ്പോൾ അമ്മയ്ക്ക് ഒന്നും കൂടി ദേഷ്യം വന്നു. അമ്മ ചോദിച്ചു, നീ വരാതെ പിന്നെ അയൽവക്കത്തെ കുട്ടികൾ വരുമോ പൂ പറിക്കാൻ മാങ്ങ പെറുക്കാൻ? ഇവിടെ ആരാണ് ഇവിടെ പറിക്കാൻ വന്നതും പെറുക്കാൻ വന്നത്? നീയാണിത് തിന്നേണ്ടവൻ, വേലിയാണ് ആ വിളവ് തിന്നുന്നത്, നീ എന്താടാ ഈ ചെയ്തതെന്ന് പിന്നെയും അവനെ അമ്മ ശകാരിച്ചു. അപ്പോഴോ പൈതലിൻ ഭാവം മാറി, വദനാംബുജം വാടി, കൈതവം കാണാക്കണ്ണു കണ്ണുനീർ തടാകമായി. അവൻ്റെ ആ കളങ്കമില്ലാത്ത ആ കണ്ണുകൾ മുഖം വാടി, കണ്ണുകളിൽ നിന്നും തടാകത്തിൽ നിന്നും വെള്ളം ഒഴുകുന്നത് പോലെ പൊട്ടി കണ്ണുനീരൊഴുകാൻ തുടങ്ങി. എന്നിട്ട് അമ്മോ ദേഷ്യത്തിൽ അവന് വീണ്ടും വഴക്ക് പറഞ്ഞു. മാമ്പഴം വെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ വീഴും മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ. അങ്ങനെ വെറും മണ്ണിലേക്ക് അവൻ എറിഞ്ഞ് അവൻ ആ മണ്ണിൽ കിടന്നുരുണ്ട് വീണ് അവൻ കരയാൻ തുടങ്ങി. അമ്മ അതൊന്നും ശ്രദ്ധിച്ചില്ല. മോൻ കുറേ നേരം മണ്ണിൽ കിടന്നുരുണ്ട് കരച്ചിലെല്ലാം കഴിഞ്ഞ് അമ്മയുടെ ജോലിയെല്ലാം ചെയ്ത് തീർത്തിട്ട് പിന്നെ അമ്മയ്ക്കും അവൻ കരയണത് കാണുമ്പോൾ സങ്കടമല്ലേ. ഇത്തിരി നേരം കഴിഞ്ഞ് ഇനി എൻ്റെ കൊച്ച് മാങ്കുലയൊന്നും പറിക്കില്ലെന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ അമ്മ അല്പനേരം കഴിഞ്ഞ് കുട്ടിയെ ചെന്ന് വിളിച്ച് ഏൽപ്പിച്ച് മേലൊക്കെ തൂത്ത് അമ്മ നല്ല വെള്ളമൊക്കെ ഒഴിച്ച് നല്ലതായി കഴുകി പൗഡറൊക്കെ പൂശിച്ച് നല്ല മിടുക്കനാക്കി കൊണ്ടുപോയി അവന് ആഹാരമൊക്കെ കൊടുത്ത് അമ്മയും മോനും വീണ്ടും വലിയ സ്നേഹത്തിലായി. അമ്മ അപ്പോൾ അവൻ വയറ് നിറച്ച് ആഹാരം കഴിച്ചപ്പോൾ പറഞ്ഞു, അമ്മേ
ഒരു പാട്ടുപാട്, എനിക്ക് ഉറങ്ങണമെന്ന് പറഞ്ഞു. ഉടനെ അമ്മ കുട്ടിയെ എടുത്ത് തോളെ കിടത്തി അമ്മ പാടി. ഓമന തിങ്കൾ കീടാവോ നല്ല കോമള താമര പൂവോ പൂവിൽ നിറഞ്ഞ മധുവോ പരി പൂർണേന്ദു തൻ്റെ നിലാവോ പുത്തൻ പവീഴ കൊടിയോ ചേറു തത്തകൾ കൊഞ്ചും മൊഴിയോ. ഇങ്ങനെ അങ്ങോട്ട് അവനെ അമ്മ പാട്ട് പാടാൻ തുടങ്ങി. അവൻ പാട്ട് കേട്ട് ഉറങ്ങി. ഉറങ്ങിയ കുട്ടിയെ അമ്മ എടുത്ത് കൊണ്ടുപോയി കിടത്തി. അവർ വീണ്ടും സന്തോഷമായി. പക്ഷേ ഒരു 2 മാസത്തോളമൊക്കെ കഴിയുമ്പോൾ കുട്ടിക്ക് പെട്ടെന്ന് ഒരു പനി വന്ന്, അസുഖം വന്ന്, അത് കൂടി കലശലായി. അവൻ ഹോസ്പിറ്റലിലായി. ആ കുട്ടി മരിച്ചുപോയി. അമ്മയ്ക്ക് സങ്കടം സഹിക്കണില്ല. നമുക്കും കേൾക്കുമ്പോൾ സങ്കടം വരും. കാരണം അമ്മയുടെ പൊന്നു മോനെ മരിച്ചുപോയി. അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി. അമ്മ വളരെ സങ്കടപ്പെട്ട് 1-2 മാസമൊക്കെ കഴിഞ്ഞ്. പക്ഷേ അപ്പോഴത്തേക്കും ഈ മാമ്പഴം എല്ലാം പഴുത്ത്, എല്ലാ വീട്ടിലെയും മാമ്പഴം പഴുത്തു. തുങ്കമാമീന ചൂടാൽ തൈമാവിൻ മരതക കിങ്ങിനി സൗഗന്ധിക സ്വർണമായി തീരും മുൻപേ മാമ്പഴം വീഴാൻ കാത്തു നിൽക്കാതെ മാതാവിൻ്റെ പൂങ്കുയിൽ കൂടും വിട്ട് പരലോകത്തെ പൂകി. അമ്മയുടെ കുഞ്ഞ് ഈ ലോകത്തു നിന്നും